സാറ്, നമ്മുടെ ഈ മലപ്പുറത്ത് നിന്ന് ഒരു 3 മാസത്തെ ഇടവേളകളിൽ സമാനമായ 2 വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ അക്യുപങ്ചർ ചികിത്സ. ഒരു ആലുവ സ്വദേശി അസ്മ എന്ന് പറയുന്ന ഒരു 35 വയസ്സുകാരി, അവർ പ്രസവം അക്യുപങ്ചർ ചികിത്സാ രീതിയിൽ നടത്തി അവർ രക്തം വാർന്ന് മരിച്ചു. ഇവരുടെ ഭർത്താവാണ് ഒരു ആലപ്പുഴ സ്വദേശി ഒരു സിറാജുദ്ദീൻ. അങ്ങേരാണ് ഈ അക്യുപങ്ചർ ചികിത്സ വഴി ഭാര്യയുടെ പ്രസവം എടുത്തത്. അവർ രക്തം വാർന്ന് മരിച്ചു. ഏതാണ്ട് 3 മാസങ്ങൾക്ക് ശേഷം ഇതേ മലപ്പുറത്തു നിന്ന് തന്നെ മറ്റൊരു വാർത്തയും വരുന്നു. ഒരു 14 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ പേര് ഇസൻ ഇർഹാൻ എന്നാണ്. ആ കുട്ടി ഇതേപോലെ മഞ്ഞപ്പിത്തം ബാധിച്ചു. ഈ കുട്ടിയുടെ മാതാവ് ഇതേ സമാനമായ അക്യുപങ്ചർ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. അവർ ഇതേപോലെ ആ കുഞ്ഞിനെ യഥാസമയം ചികിത്സ ലഭ്യമാക്കാത്തതിൻ്റെ പേരിലാണ് ആ മരണം ഉണ്ടായതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. രണ്ടും വാസ്തവത്തിൽ കൊലപാതകമാണ്. ചികിത്സാ പിഴവെന്നല്ല, കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് മുൻപും പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചില ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, ഇതിനൊക്കെ ചികിത്സ എന്ന പേര് കൊടുക്കുന്നു. അതിനെ മതപരമായ വിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നു. മലപ്പുറത്ത് എന്താണ് ഇത്തരം സംഭവങ്ങൾ ഇതിന് ആവർത്തിക്കപ്പെടാൻ കാരണം? ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഈ മതവും മരുന്നുമായിട്ട് സത്യത്തിൽ ബന്ധമില്ല, പാടില്ലാത്തതാണ്. ഈ മതം എല്ലാത്തിനുമായിട്ട് കൂട്ടിക്കെട്ടാണ്. മതത്തിന് മരുന്നുമായിട്ട് ബന്ധം, മതത്തിന് വിദ്യാഭ്യാസമായിട്ട് ബന്ധം, മതത്തിന് ആരോഗ്യപരമായിട്ട് ബന്ധം, മതത്തിന് സമ്പത്തുമായിട്ട് ബന്ധം, മതത്തിന് രാജ്യരക്ഷയായിട്ട് ബന്ധം, എല്ലാത്തിനുമായിട്ട് മതം കൂട്ടിക്കെട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഹൽഗാമിൽ നടന്ന ദുരന്തമൊക്കെ തന്നെ അങ്ങനെയാണ്. കാരണം ചില ആളുകൾ അവിടെ നിന്നേക്ക് കടന്നാക്രമണം നടത്തിയിരിക്കുന്ന ആളുകൾ പല ആളുകളുടെയും വസ്ത്രം അഴിച്ചു മാറ്റിക്കൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആണെന്ന് ചോദിച്ചിട്ടാണ് അവർ വെടിവെച്ചു വന്നത്. അവരെ കൊണ്ട് കലീമ ജില്ലിച്ചിട്ടാണ് ചെയ്തത്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം അടക്കമല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങളുണ്ട്. കാരണം ഒരിക്കലും മതമനുഷ്യൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇതൊക്കെ ആദ്യകാലത്ത് ചെയ്തിരുന്നത് ക്രൈസ്തവ മതവിഭാഗത്തിൽ അല്ലേ ചെയ്തിരുന്നു. അവർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഇവിടെ പെന്തിക്കോസ്ത മതവിഭാഗക്കാരെ, അവർ ചെയ്തിരുന്നു. മരുന്ന് കഴിക്കാൻ പാടില്ല, ആഭരണം ധരിക്കാൻ പാടില്ല, മറ്റേ ആശുപത്രി പോകാൻ പാടില്ല, ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് എല്ലാ അസുഖങ്ങളും മാറ്റണമെന്ന്. ഇങ്ങനെ ഒരു ദൈവവും ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മാറ്റുന്നൊരു ദൈവം ഇല്ല. അത്തരത്തിൽ ധരിക്കരുത്. നമ്മൾ ദൈവത്തെ സാധാരണ ഭാരതീയ ദർശനപ്രകാരം താൻ ബാധി ദൈവം ബാധി എന്നാണ് പറയുക. പകുതി തൻ്റെ ഭാഗത്തുള്ള പരിശ്രമം ഉണ്ടാവണം, ബാക്കി പകുതി ഭഗവാന്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ രോഗിക്ക് ഒരാൾക്ക് അസുഖം വന്നാൽ സ്വാഭാവികമായിട്ട് അയാൾ ആശ്രയിക്കേണ്ടത് ആശുപത്രികളെ തന്നെയാണ്, അല്ലെങ്കിൽ ഡോക്ടർമാരെ അയാൾ ആശ്രയിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അക്യുപഞ്ചർ പറഞ്ഞു. അക്യുപഞ്ചർ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാവിധി തന്നെയാണ്. പക്ഷേ ഈ ശാസ്ത്രീയമായിരിക്കുന്ന ചികിത്സാവിധി പോലും അശാസ്ത്രീയമാക്കാൻ വേണ്ടിയിട്ട് അന്ധമായിട്ട് മത സംവിധാനങ്ങൾക്ക് സാധിക്കും. ഇവിടെ സംഭവിച്ചതാണ്. കാരണം പ്രസവത്തിന് അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. ഇത് അത്യന്തം ക്രൂരമായ നടപടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ പലരും പ്രകൃതി ചികിത്സ ആചരിക്കുന്ന ആളുകളുണ്ട്. പ്രകൃതി ചികിത്സ കൊണ്ട് ആഹാര ക്രമീകരണത്തിലുണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് ആളുകളുടെ അസുഖങ്ങൾ മാറ്റുന്നതാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. അതിനകത്ത് ശാസ്ത്രീയതയുണ്ട്. പക്ഷേ ഏതൊക്കെ വിഷയം, ഒരാളുടെ കാലൊടിഞ്ഞ സമയത്ത്, ആ കാലൊടിഞ്ഞിട്ട് ആശുപത്രി ചെല്ലുന്ന സമയത്ത് അതിന് പകരം നിങ്ങൾ പ്രകൃതി ചികിത്സയാണ് വേണ്ടത്, അല്ലെങ്കിൽ അക്യുപഞ്ചറാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സംവിധാനങ്ങളൊന്നും എനിക്കറിയില്ല, ഇല്ല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള അലോപ്പതി വേണ്ട സ്ഥലത്ത് അലോപ്പതിയും, ഹോമിയോ വേണ്ട സമയത്ത് ഹോമിയോയും, അക്യുപഞ്ചർ വേണ്ട സമയത്ത് അക്യുപഞ്ചറും, ആയുർവേദം വേണ്ട സമയത്ത് ആയുർവേദം ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം. ഈ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ കടുംപിടുത്താൻ പാടില്ല. ഇതിപ്പം മതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മതം പല കാര്യങ്ങളിലും അമിതമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതചര്യകളിലേക്ക് മതത്തിൻ്റെ കടന്നുകയറ്റമാണ് പ്രശ്നം. ഇപ്പം ഇതിന് മാത്രമല്ല സംഭവിക്കുന്നത്. ഇപ്പം സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ആദ്യകാലത്തുണ്ടായിരുന്നു. അവരത് ഇന്ന് വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അവർ വിഡ്രോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലാണ് ഈ പറയുന്ന വസ്ത്രത്തിൻ്റെ പേരിലുള്ള വാശിയുള്ളത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കാലത്തിൽ ആശുപത്രികളിൽ സർവേ നടത്തിയിരുന്നു. കേരളത്തിലെ ആശുപത്രികളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ സ്ത്രീകളായിരിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ, ഈ പറയുന്ന അവരുടെ ത്വക്ക് രോഗങ്ങളടക്കം അവർക്ക് വ്യാപകമായിട്ട് രീതിയിൽ വന്നിരിക്കുന്നു. ഇതിന് കാരണം കേരളത്തിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നവർക്കുണ്ടാകാവുന്ന ത്വക്ക് രോഗങ്ങൾ, അത് സ്വാഭാവികമായിട്ട് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇപ്പം ഈ പലരും ഒരു സമയം കഴിഞ്ഞാൽ ഈ പറയുന്ന വസ്ത്രധാരണത്തിലേക്ക് നിർബന്ധിതരമായി തീരുന്നതിൻ്റെ കാരണം അവരുടെ അസുഖങ്ങളായിരിക്കാം.
ഞാനൊന്നും തെറ്റൊന്നും പറയുന്നില്ല. അങ്ങനെ അസുഖം വരുന്ന സമയത്ത് ഈ അസുഖം ആളുകളെ കാണിക്കരുതെന്നുള്ള താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഈ ഇത്തരത്തിൽ മൊത്തം ശരീരം കൊണ്ട് യാത്ര ചെയ്യാന്നൊക്കെ ഒരു തീരുമാനിക്കുന്നുണ്ടാവും. പക്ഷെ ഏതാണെങ്കിലും രോഗികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഭക്ഷണം വലിയ പങ്കുവഹിക്കുന്നുണ്ട്, ജീവിതചര്യകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്, കാലാവസ്ഥ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പങ്കുവഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടാണ് പല മതങ്ങളിലും വാശി നടക്കുന്നത്. ഇപ്പൊ ഈ അക്യൂപഞ്ചർ പോലൊരു മതത്തിന്റെ സംവിധാനം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അക്യൂപഞ്ചർ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനം എന്നാണ്. അതെ, ഇവിടെ പല ആശുപത്രികളിൽ അക്യൂപഞ്ചർ ഉണ്ടായിരുന്നു. കാരണം അക്യൂപഞ്ചർ വരുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിലേക്ക് മറ്റു ഡോക്ടർമാരെ കൈവയ്ക്കരുതെന്നുള്ള ധാരണ കൊണ്ടാണ് ചില മത തീവ്രവാദികൾ ഏറ്റെടുത്ത് നടത്താനുള്ള കാരണം. അതുകൊണ്ടാണ് സ്ത്രീയെ രോഗിയാണെങ്കിൽ പോലും അന്യ ആളുകളെ അവർ സ്പർശിക്കാൻ പാടില്ല, ഡോക്ടർമാരെ സ്പർശിക്കാൻ പാടില്ല. അവർ ഇതിന് തകരാറെന്താ ഉള്ളത്? അല്ല, ഈ അക്യുപങ്ചറിന്റെ വക്താക്കളായിട്ട് പറയുന്നവർ ചില ഉദാഹരണങ്ങൾ എടുത്താണ് പറയുന്നത്. അതായത് പക്ഷിമൃഗാദികൾ ഇവിടെ ജീവിച്ചു മരിക്കുന്നു, അവരുടെ പ്രസവത്തിന് ആരുടെയും സഹായം വേണ്ടി വരുന്നില്ല, അത്തരം ചില യുക്തികൾ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ യുക്തി പറഞ്ഞ് എതിർക്കാനാണെങ്കിൽ ഇവിടുത്തെ ആയുർവേദത്തെ ഹോമിയോയെയൊന്നും ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നില്ല. നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളെയൊന്നും അതായത് അലോപ്പതി അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ഞങ്ങളുടേതാണ് ശാസ്ത്രീയത എന്ന രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നെങ്കിൽ അക്യുപഞ്ചറിനെ അംഗീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. അല്ല, ഇവര് അക്യൂപഞ്ചർ അംഗീകരിക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. ഇവരെങ്ങനെ പക്ഷിമൃഗാദികളും മനുഷ്യൻ തമ്മിൽ എങ്ങനെയാവുക? ഒരുപക്ഷെ ഈ പറയുന്ന ആളുകളായിട്ട് വലിയ ബന്ധം ഉണ്ടാവും കേട്ടോ. ഇവർക്ക് പക്ഷിമൃഗാദികളുടെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. പക്ഷിമൃഗാദികൾ പരസ്യമായിട്ട് ലൈംഗിക വീഴ്ച നടത്തും. ഈ പറയുന്ന മനുഷ്യനെ അത്തരത്തിൽ നടത്താറുണ്ടോ? ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും റോട്ടിൽ നിന്ന് ഭാര്യയാണെന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ കൂടെ അവിഹിതമായിട്ടുള്ള രീതിയിലുള്ള ലൈംഗിക വീഴ്ച നടത്തുന്നവരാണോ? അല്ലല്ലോ. അങ്ങനെ നടത്തുന്ന പ്രാകൃതമാണ്. ഈ മനുഷ്യന് മൃഗങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അത് മനുഷ്യൻ്റെ സ്വന്തമായിട്ട് മനുഷ്യൻ തീരുമാനിക്കാനുള്ള വിവേകബുദ്ധി മനുഷ്യന് മാത്രമുള്ളതാണ്. ഈ വിവേകബുദ്ധി നഷ്ടപ്പെടുന്ന സമയത്താണ് മനുഷ്യൻ മൃഗമായിട്ട് വരുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന മനുഷ്യൻ മൃഗമായിട്ട് വരുന്ന സമയത്ത് അവന് ഈ തരത്തിൽ ചികിത്സാ രീതികൾ മാത്രം മതി എന്ന് വേണം തീരുമാനിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ മൃഗങ്ങൾക്ക് ഈ മൃഗങ്ങൾക്കും ഇത് ഇരുകാലി മൃഗമാണ്, അതെ, മറ്റേത് നാൽക്കാലി മൃഗങ്ങളാണ്. കാരണം മിക്കവാറും ഒരു മൃഗങ്ങളും സാധാരണ പറയാറിപ്പോൾ മനുഷ്യനെ ഒരിക്കലും പുലിയോ അല്ലെങ്കിൽ സിംഹമോ മനുഷ്യരെ ആക്രമിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ നിവർന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ രണ്ട് കാലിൽ നിൽക്കുന്ന ജീവികളെ മറ്റു മൃഗങ്ങൾ അവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് നേരിട്ട് ഒരൊറ്റ മൃഗവും മനുഷ്യനെ ആക്രമിച്ചതിന് ചരിത്രമില്ല. ഇതിന് കാരണം ഇതാണ്. പക്ഷേ മനുഷ്യൻ്റെ വേറെ സവിശേഷതയുണ്ട്. മൃഗങ്ങളെ കാണുന്ന സമയത്ത് വഴിമാറി സഞ്ചരിക്കുവാനുള്ള വിവേകബുദ്ധി അത് മനുഷ്യൻ്റെ സ്വസിദ്ധമായിട്ടുള്ള രീതിയിൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ളതാണ്. ഇതിനെയാണ് ഇവർ തകിടം മറിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഉള്ളത്, ഈ പറയുന്ന ആളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന മലപ്പുറത്തുകാരനോ ആലപ്പുഴക്കാരനോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് ആലുവായിരുന്നു കല്യാണം കഴിക്കാം, ആ ഭാര്യ മരിക്കാം, അപ്പോൾ അയാൾക്ക് അടുത്ത ആൾ തേടിപ്പോകാം. അപ്പം അയാൾക്ക് ഒരു ആനന്ദം അക്കാര്യത്തിലാണ്. കാരണം ഭാര്യ മരിച്ചാൽ പിന്നെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അയാൾക്ക് ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ള ഭാര്യയുടെ പേരിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ ഒന്നും ഇയാൾ മടക്കി കൊടുക്കില്ല. ഇയാളുടെ കുട്ടികളെ നോക്കുന്ന യാതൊരു നിർബന്ധവുമില്ല. ഈ തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരേ രോഗത്തിന് തന്നെ ഇപ്പം നമുക്ക് പലർക്കും പല രോഗങ്ങളാണ് വരിക. ഈ പല രോഗങ്ങൾക്കും പലതരത്തിലുള്ള ചികിത്സാ വിധികളാണ്. ഇപ്പം കയ്യും കാലും ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന ചികിത്സാ വിധിയല്ല ജലദോഷത്തിന് ഉപയോഗിക്കുക. അപ്പം അതിന് ചിലതിന് അക്യൂപഞ്ചർ ഉപയോഗിച്ചോട്ടെ, ചിലതിന് പ്രതിചികിത്സ ഉപയോഗിച്ചോട്ടെ, ചിലതിന് അലോപ്പതി ഉപയോഗിച്ചോട്ടെ, ചിലതിന് ആയുർവേദമോ ഹോമിയോ ഉപയോഗിച്ചോട്ടെ, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇന്ന സാധനം വേണം എന്ന് മാത്രം കടുംപിടുത്തം പിടിക്കുന്നത് അത് പ്രാകൃതമായിട്ടുള്ള മതസംവിധാനങ്ങളുടെ വഴിയെ മാത്രം സഞ്ചരിക്കുന്നവരാണ്. അവർ ധരിക്കുന്നത് ഈ പറയുന്ന മരണം പോലും അവർക്ക് വളരെ ശ്രേയസ്കരമായിട്ടാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, പഴയകാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ RSSകാരനോട് എതിർക്കാനുള്ള കാരണം RSSകാരൻ്റെ കയ്യിൽ നിന്ന് മരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. RSSകാർ തിരിച്ചിവരെ കൊല്ലില്ലാന്ന് തീരുമാനിച്ച സമയത്ത് ഇവർ കൈവിട്ടു. ഇപ്പോൾ ഇവർ സിറിയയ്ക്കാണ് പോണത്, ഇപ്പോൾ ഇവർ മറ്റേ അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോണത്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും മരിക്കണം. ഇവരെ ആരെങ്കിലും കൊന്നാൽ ഇവർക്ക് സ്വർഗം കിട്ടും, ഇവർക്ക് ഹൂറിയൊളുത്ത് ജീവിക്കാം. ഈ പറയുന്ന സംവിധാനം തന്നെയാണ് ഇപ്പം ഈ മലപ്പുറത്തുണ്ടായിട്ടുള്ള ചില ആളുകളുടെ ഇതിലും അതേപോലെ തന്നെ ആലപ്പുഴ എന്നുള്ള ചില തീവ്രവാദികളായിരിക്കുന്ന ആളുകളും മതത്തിൻ്റെ പേരിൽ ആരോഗ്യത്തെയും അതേപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളെയും ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം സത്യത്തിൽ അവർ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാണ്. അവർ ധരിക്കുന്ന അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവർ സ്വർഗത്തിലും പോവില്ല, ഇവർ നരകത്തിൽ തന്നെയാണ് എത്തുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇവർക്ക് ഈ പറയുന്ന സ്ത്രീകളുടെ വേർപാടിനെ സംബന്ധിച്ച്, സ്ത്രീകളുടെ നാശത്തെ സംബന്ധിച്ച്, അവർ ജീവനെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയും ഇവർക്കില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്.